നല്ല വിശാലമായ NH അല്ലേ? ഗംഭീർ റോഡല്ലേ? ഗംഭീര റോഡെന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെ ഇതേ രീതിയിൽ ഹൈവേ പണിതുകൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ പണി പൂർത്തീകരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ്. ഗംഭീര വർക്കാണല്ലോ. ഗംഭീര വർക്ക്. നീ റോഡ് നോക്കി എത്ര രസമാണ് നോക്കുകയാണ്. നമ്മുടെ യാത്ര എത്രത്തോളം മാറാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. നമ്മള് മാറ്റങ്ങൾ കൺമുന്നിൽ അറിഞ്ഞ ഒരു 7-8 വർഷമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി പത്രമാണ് ഈ റോഡ്. അതെ അതെ. നേരത്തേക്കുള്ള പറയുമ്പോൾ നമുക്കിവിടെ കടന്നു പോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പഞ്ചായത്ത് റോഡിനേക്കാളും കുറച്ചുകൂടി വീതി കൂടിയ റോഡായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ. പക്ഷെ ഇപ്പോഴത് 6 വരിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഏകദേശം ഉണ്ടല്ലോ 66,000 കോടി രൂപയുടെ പണികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം എമ്പാട്. പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. എന്തായാലും രാഷ്ട്രീയം പറഞ്ഞു തന്നെ പോകണം. തീർച്ചയായിട്ടും രാഷ്ട്രീയം പറഞ്ഞു പോകുമ്പോൾ നാഷണൽ ഹൈവേ രാഷ്ട്രീയം പറയാനുള്ള കാരണമാണ്. പല 8 കാലി മമ്മൂഞ്ഞുമാരും വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന് 2014 ഈ നാഷണൽ ഹൈവേ പണി നിർത്തി NHAI ഓഫീസും പൂട്ടി പോയൊരു ചരിത്രമുണ്ട് കേരളത്തിന്. ആ പൂട്ടിപ്പോയെടുത്തുനിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഇത്രയും വിശാലമായി ഈ റോഡിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ 2 വീലർ ഓടിച്ച് ഇങ്ങനെ പോയി സഞ്ചരിക്കാൻ പറ്റുന്ന അതുകൊണ്ടാണ്. ഇത് ഇവിടെ തൊട്ട് കേരളം മൊത്തം ഇതിങ്ങനെ കവർ ചെയ്യണം. നമുക്കൊരു 1.5 വർഷം കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് മഞ്ചേശ്വരത്ത് ഒറ്റ സ്ട്രെച്ചില് തിരുവനന്തപുരം വരെ പാറശാല വരെ നമുക്കിങ്ങനെ പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. നമ്മള് ഇങ്ങനെയൊക്കെ ഈ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ട് ചോദിച്ച് പോകുമ്പോൾ LDFന് ഇത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് പറയാൻ എന്താണ് അതിനടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ചിലപ്പോൾ നിഷ്കളങ്കരായ ആളുകൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകേണ്ടതുണ്ടല്ലേ? തീർച്ചയായിട്ടും നിഖിലിന്റെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് 2014 ദേശീയപാത അതോറിറ്റി ഇവിടെ ഓഫീസ് കൂട്ടി പോയതാണ്. കാരണം വെച്ചാൽ കേരളത്തിലെ ഭൂമി ഏറ്റെടുക്കൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇവിടെ ഭൂമി വില രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് പണം മുടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പണിയൊക്കെ മുടങ്ങി ദേശീയപാത അതോറിറ്റി പോയി. പിന്നീട് 1ാം പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുന്നു. അധികാരമേറ്റതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഭൂ ഉടമകളെ എല്ലാം കണ്ട് സംസാരിച്ച് ഈ ദേശീയപാതയും വീതി കൂട്ടുന്നതിൻ്റെ വലുതാക്കുന്നതിൻ്റെ ആവശ്യകത അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക മാത്രമല്ല അവർക്ക് അവരുടെ നഷ്ടമാകുന്ന ഭൂമിക്ക് മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല വില നഷ്ടപരിഹാരം ഉറപ്പുവരുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി 6200 കോടി രൂപ സംസ്ഥാനം മുടക്കുകയും ചെയ്തു. അതായത് ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ 25% തുക സംസ്ഥാന സർക്കാർ മുടക്കിയിരിക്കുകയാണ്. നിഖിലെ, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു സ്റ്റേറ്റ് നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി ഇത്രയും വലിയ തുക മുടക്കുന്നത്. ഏതായാലും ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ദേശീയപാത വികസനവും, ദേശീയപാത മാത്രമല്ല നമ്മൾ ഏത് നാട്ടിൽ ഏത് റോഡിലൂടെ പോയാലും ഇന്നൊരു 80% റോഡുകളും വേണ്ട 75% റോഡുകളും ഏറ്റവും മികച്ച രീതിയിൽ ടാർ ചെയ്ത് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാകും. ഇത് LDFനെ സംബന്ധിച്ച്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാവുക തന്നെ ചെയ്യുമെന്ന് ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നമ്മളെപ്പോലെ നിരവധി പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഈ വഴി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവരിത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ജനം ഇത് അറിയുന്നുണ്ട് എന്ന് തന്നെയാണ് വസ്തുത. ഏതായാലും ഈ നാഷണൽ ഹൈവേ, ഈ മാറ്റം, അത് നമ്മൾ കഴിഞ്ഞൊരു 5-8 വർഷം കൊണ്ട് കണ്ടറിഞ്ഞതാണ്. ഈ മാറുന്ന കേരളത്തിനായിരിക്കണം എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യുക.